ഗൈസ്, അപ്പോൾ സംഭവമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ബ്രസീലിൻ്റെ അടുത്ത കളി എന്ന് പറയുന്നത് ജപ്പാനോടാണ്. നോക്കൗട്ട് മത്സരം, റൗണ്ട് ഓഫ് 32. പണി പാളുവോ? അതായത് സത്യം പറഞ്ഞാൽ നെതർലാൻഡാണ് ബ്രസീലിൻ്റെ ഓപ്പോസിറ്റ് വന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, നെതർലാൻഡൊക്കെ ബ്രസീൽ ഈസി ആയിട്ട് അടിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ജപ്പാൻ ഒരു സംഭവമാണ്. അവരെ പൂട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മരിച്ച് കളിക്കുന്ന ടീമാണ്. കളിയുടെ അവസാന നിമിഷം വരെ അവർ മരിച്ച് കളിക്കും, അതിൽ ഒരു സംശയവും വേണ്ട. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കാൻ മനസ്സിലാത്ത ടീമാണ് അവർ. എന്നുവെച്ചാൽ കാലിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയിട്ട് ഗോളടിച്ച കളി അവർ. പിന്നെ നല്ല ഷൂട്ടറൊക്കെ ഉണ്ട് അവർ. നല്ല കിഡിലൻ ഗോളുകൾ, ഷൂട്ടുകളൊക്കെ അവരെ ഭാഗത്തുനിന്നുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പീഡ് കളിയാണ് ബ്രസീലിന്. ഞാൻ പറഞ്ഞാൽ ബ്രസീൽ നെയ്മർ ഉണ്ടെങ്കിൽ നെയ്മർ സ്ഥിരമായിട്ട് ജപ്പാനെതിരെ ഗോളൊക്കെ അടിക്കുന്നതാണ്. പിന്നെ നെയ്മർ എപ്പോൾ ഇറങ്ങുന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നെയ്മർ ഉണ്ടെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ നെയ്മറെ പിടിക്കാൻ രണ്ടാൾ ആ വഴിക്ക് അങ്ങ് പോകും. അപ്പോൾ വിനീഷ്യസ് ഫ്രീ ആവും. പിന്നെ നെയ്മറിന് നല്ല ക്രോസുകൾ കിട്ടും. അപ്പോൾ വിനിക്ക് ഗോളടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഗുണമുണ്ട്. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം വെച്ചാൽ ഈ നോക്കൗട്ടിൽ 2 ടീമുകൾ ഇതിനകത്ത് ഒരു നല്ല ടീം പുറത്താവും. അതാണ് മെയിൻ പ്രശ്നം. ഈ ഫിഫയുടെ ഫിക്സ്ചർ ഒരുമാതിരി അർജൻറ്റീനയൊക്കെ കാണുന്നില്ലേ, നേരെ സെമി വരെ ഈസി ടാർഗറ്റുകളാണ്. അത് ഫിഫ പ്ലാൻ ചെയ്ത് കൊടുത്താന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അവർക്ക് കിട്ടിയത് അങ്ങനെയാണ്. പക്ഷേ ബ്രസീലിന് ടഫാണ്. പിന്നെ ആസ് എ ബ്രസീൽ ഫാൻ ഞാൻ പറയുന്നു, ബ്രസീലിന് നല്ല ടീമിനെ കിട്ടണം. നല്ല ടീമിനെ തോൽപ്പിച്ചിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ പേടിച്ചിരുന്നിട്ടോ ജപ്പാൻ ആയതുകൊണ്ടോ ജപ്പാനെ ഒക്കെ നന്നായി പൂട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്ത റൗണ്ട് പോയിട്ട് കാര്യമുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കിഡിലൻ മാച്ച് തന്നെയായിരിക്കും. 10:30 ആയതുകൊണ്ട് കാണാനും നല്ല ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബ്രസീൽ ജപ്പാനെ അടിക്കൂലേ, അല്ലെ ജപ്പാൻ തിരിച്ച് പണി തരുമോ? ഇല്ലപ്പാ. പിന്നെ എൻ്റെ സെക്കൻഡ് ടീമായിരുന്നു ജപ്പാൻ. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ ആദ്യമേ സെലക്ട് ചെയ്തായിരുന്നു. ബ്രസീൽ നമ്മളെ ചങ്കാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വേൾഡ് കപ്പിൽ രണ്ടാമതൊരു ടീമിനെ ഫൈനലിൽ എത്തുമെന്ന് പറഞ്ഞിട്ട് ടീമിനെ ഞാൻ എടുത്തത് ജപ്പാനായിരുന്നു. ഇനി നല്ല പ്രതീക്ഷയുള്ള ടീമായിരുന്നു ജപ്പാൻ. ഒന്നുമല്ല, ഏഷ്യൻ രാജ്യമാണ്. പിന്നെ അവർ അതിനും മാത്രം ഹാർഡ് വർക്ക് അവർ ചെയ്യുന്നുണ്ട്. അവർ ഡിസേർവ്ഡ് ആണ്. പക്ഷേ ഈ ഫിക്സ്ചർ ശരിയില്ലപ്പാ. ഒരു ടീം, നല്ലൊരു ടീം ഇപ്പോഴേ പുറത്താകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാർട്ടറിലൊക്കെയാണ് കുഴപ്പമില്ലായിരുന്നു. ഈ മികച്ച 3 സ്ഥാനക്കാരൊക്കെ കൊടുത്താൽ പോരെ ഇവർക്ക്, അല്ലേ? മികച്ച 3 സ്ഥാനക്കാർ ഈ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായിട്ട് വരുന്നവർക്ക് മികച്ച 3 സ്ഥാനക്കാരെ കൊടുത്താൽ പോരെ. ഇതൊരുമാതിരി പരിപാടി ആയിപ്പോയി. എന്താ ചെയ്യുക ഇപ്പോൾ? കളിച്ച് ജയിക്കട്ടെ. ബ്രസീൽ നന്നായി കളിച്ച് നല്ല ജയം ജയിക്കട്ടെ. അപ്പോൾ അങ്ങനെ പോയ കാര്യമുള്ളൂ, കപ്പടിക്കാൻ പറ്റുള്ളൂ. കളി നമുക്ക് കാത്തിരുന്ന് കാണാം, അല്ലേ? എന്താ പറയുന്നു ബ്രസീൽ ഫാൻസ്? കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ അഭിപ്രായം കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യും. ചുമ്മാ ഗസ് ചെയ്യും. എന്തായിരിക്കും ബ്രസീലിൻ്റെ ഈ പ്രാവശ്യത്തെ പരിപാടികൾ? ജപ്പാനെ പൂട്ടുമോ, അല്ലെ ജപ്പാൻ ബ്രസീലിന് പണി കൊടുക്കുമോ? എന്തായിരിക്കും? നമ്മളെ പ്രതീക്ഷയൊക്കെ ബ്രസീൽ കയറണം തന്നെയാണ്. എനിക്ക് ജപ്പാൻ പോകുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ ജപ്പാനെ നമുക്കങ്ങനെ എഴുതി തള്ളാൻ പറ്റിയൊരു ടീമല്ല. അത് കളി കാണുമ്പോൾ മനസ്സിലാവും, എല്ലാവർക്കും അറിയാം. സോ ആസ് എ ബ്രസീൽ ഫാൻ ഞാനും കട്ട വെയിറ്റിംഗ് ആണ് കളി കാണാൻ. നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. എത്ര ഗോളിന് ബ്രസീൽ ജയിക്കും? ബ്രസീൽ ആരൊക്കെ ഗോളടിക്കും? നെയ്മർ നേരത്തെ ഇറങ്ങാൻ സാധ്യതയുണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അല്ലെങ്കിൽ സബിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 60-70 മിനിറ്റിലായിരിക്കും ഇറങ്ങുക? അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.